ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ടൈപ്പ് 5 ഇന്റഗ്രേഷൻ യൂസിംഗ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 7ാമത്തെ എപ്പിസോഡിലും അതിന്റെ തുടർച്ചയാണ്. സോ തീർച്ചയായും 6ാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ 7ാമത്തെ എപ്പിസോഡ് കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുള്ള ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നും ഒത്തിരി വ്യത്യസ്തമായ ട്രിഗണോമെട്രിക് ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനു മുന്നേ കഴിഞ്ഞ വർഷം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ഫോർമുല അറിയണം എങ്കിൽ ഇന്നത്തെ പ്രോബ്ലം തുടക്കത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്താണ് പ്രോഡക്റ്റ് ഫോർമുല? ഓർമ്മയുണ്ടോ? 2 sin a into cos b 2 sin a into cos b equal to sin a plus b plus sin a minus b. Second one, 2 cos a into cos b equal to cos a plus b plus cos a minus b. ഇതുപോലെ 2 sin a into sin b, അതിനൊക്കെ നിങ്ങൾ ഫോർമുല കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇത്രയും ലെങ്തി ആയി പഠിക്കുന്നതിന് പകരം ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ? ഇല്ല എങ്കിൽ ബോർഡ് നോക്കുക. എന്താണ്? 2sc equal to s plus s. 2cs ഇതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുന്നു, അപ്പൊ സെന്ററിൽ മൈനസ് വരും. s minus s. 2cc equal to c plus c minus 2ss. ഇവിടെ എന്ത് വരും? മൈനസ്. മൈനസ് 2ss equal to c minus c. എന്താണ് c? എന്താണ് c എന്ന് പ്രശ്നമുണ്ടോ? വേണ്ട. s എന്ന് പറഞ്ഞാൽ സൈൻ, c എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്. നിങ്ങൾക്കറിയാം. ഇവിടെ ആംഗിൾ എന്താണ്? ആദ്യത്തെ ആംഗിൾ a, രണ്ടാമത്തെ ആംഗിൾ b ഈക്വൽ ടു ആൻസർ എഴുതുമ്പോൾ ആദ്യത്തെ ആംഗിൾ a പ്ലസ് ബി, സെക്കൻഡ് ആംഗിൾ a മൈനസ് ബി. ഇനി ഒന്ന് വായിക്കുക, എന്ത് കിട്ടും? ഫസ്റ്റ് ഫോർമുല 2 sin a into cos b equal to sin a plus b plus sin a minus b. Similarly, next one, 2 cos a into sin b equal to sin a plus b minus sin a minus b. Next, 2 cos a cos b. 2 cos a into cos b equal to cos a plus b plus cos a minus b. Last one, minus 2 sin a into sin b equal to cos a plus b minus cos a minus b. അപ്പോൾ പ്രോഡക്റ്റ് ഫോം വരുമ്പോൾ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? a b ആൻസർ a പ്ലസ് ബി ദെൻ a മൈനസ് ബി. ആ ആംഗിൾ ഓർത്താൽ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ഈ ഫോർമുലാസ് മനസ്സിൽ ഉറച്ചിരിക്കും. മനസ്സിൽ ഈ ഫോർമുല ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ cos 4x into sin 3x dx. ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്താണ്? cos a into sin b. എന്താണ്? cos a into sin b. cs എന്താണ്? cs എന്താണ് ഫോർമുല? ഇതായിരിക്കുന്നു. 2cs equal to s minus s. അതായത് cs എന്ന് പറഞ്ഞാൽ 1/2 into s minus s എന്ന് എഴുതാം. ഈക്വൽ ടു ഇന്റഗ്രൽ cs. അതിനെ എങ്ങനെ എഴുതാം? ഈ 2 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ 1/2 into s minus s. s എന്ന് പറഞ്ഞാൽ സൈൻ. ആദ്യത്തെ ആംഗിൾ എന്താണ്? a പ്ലസ് ബി. ആഡ് ചെയ്യുക. 4x ഉം 3x ഉം ആഡ് ചെയ്താൽ 7x. s മൈനസ് s മൈനസ് s. s എന്ന് പറഞ്ഞാൽ സൈൻ. a മൈനസ് b. ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക. 4x ൽ നിന്ന് 3x കുറച്ചാൽ x. പിന്നെ എന്താണ്? ഓപ്പറേറ്റർ dx. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 1/2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക. ദെൻ ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുക. പ്ലസും മൈനസും ആണെങ്കിൽ ഈച്ച് ടേമിനെ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. വാട്ട് ഈസ് ഇന്റഗ്രൽ sin 7x dx? sin 7x ന്റെ ഇന്റഗ്രൽ. ഈ 7x നെ x എന്ന് അസ്യൂം ചെയ്യുക. വാട്ട് ഈസ് ഇന്റഗ്രൽ sin x? ദാറ്റ് ഈസ് മൈനസ് cos x. x ന്റെ പ്ലേസിൽ 7x. എന്താണോ x എന്ന് അസ്യൂം ചെയ്തത് അവന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. 7x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 7. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ x ന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. മൈനസ് വാട്ട് ഈസ് ഇന്റഗ്രൽ sin x dx? ദാറ്റ് ഈസ് മൈനസ് cos x. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് cos x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്താണ്? c. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്തറിയണം? ആ പ്രോഡക്റ്റ് ഫോർമുല അറിയണം. Next question, find integral sin 4x into sin 8x dx. ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? sin a into
ടു സൈൻ ബി എസ് എസ് എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. ഇത്തരം പ്രോബ്ലം വരുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് സൈൻ 4x ഇൻറ്റു സൈൻ 8x. എ ഇൻറ്റു ബി എന്ന് എഴുതിയാലും തിരിച്ച് ബി ഇൻറ്റു എ എന്ന് എഴുതിയാലും നോ ചേഞ്ച്. ഈ ഓർഡർ ഒന്ന് മാറ്റി എഴുതുക. ഈ ലാർജർ ആംഗിൾ വരുന്നത് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതിയാൽ സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇത്തരം പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, നിർബന്ധമൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു വരാം, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ലാർജർ ആംഗിൾ ആദ്യം എഴുതുന്നു സൈൻ 8x ഇൻറ്റു ദെൻ എന്താണ് സൈൻ 4x dx. വീണ്ടും നമ്മുടെ ഫോർമുല എന്താണ് എസ് എസ്. എന്താണ് എസ് എസ് എന്ന് പറഞ്ഞാൽ -2 SS ആണ് സി മൈനസ് സി. അപ്പൊ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു ആണ്, അപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, ഇന്റഗ്രൽ -1/2 ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ -1/2 ഇൻറ്റു എന്താണ് സി മൈനസ് സി. സി മീൻസ് കോസ്. ആദ്യത്തെ എന്താണ് എ പ്ലസ് ബി, ആംഗിൾസ് ആഡ് ചെയ്യുക. 8x plus 4x that is 12x. cos a plus b minus cos a minus b. ഫോർമുല അറിയണം അല്ലെ. cos a minus b. a minus b means ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക. 8x നിന്ന് 4x കുറച്ചാൽ എന്ത് കിട്ടും, 4x. ബ്രാക്കറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഔട്ട് സൈഡ് എന്തുണ്ട്, dx ഓപ്പറേറ്റർ. പറഞ്ഞ പിടികിട്ടിയായിരുന്നോ. എസ് 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 എന്ന് പറഞ്ഞാൽ -1/2 സി മൈനസ് സി. -1/2 സി മൈനസ് സി. ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി, സെക്കൻഡ് ആംഗിൾ എ മൈനസ് ബി. ഇത്രയേ ഉള്ളൂ ഫോർമുല. അത് ഉറപ്പിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അഗൈൻ -1/2 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. ഈച്ച് ടേമിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. കോസ് എക്സ് എന്ന അസ്യൂം ചെയ്യുക. ആരെ, 12x നെ. കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ്. സൈൻ എക്സ്, എക്സിന്റെ പ്ലേസിൽ 12x, 12x ന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം, that is 12 മൈനസ് what is integral cos 4x. again 4x നെ x എന്ന അസ്യൂം ചെയ്താൽ cos x ന്റെ ഇന്റഗ്രൽ sin x, x ന്റെ പ്ലേസിൽ 4x, അവന്റെ ഡെറിവേറ്റീവ് 4 ഡിവൈഡ് ചെയ്യണം, പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. വെരി സിമ്പിൾ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ cos 2x into cos 4x into cos 6x dx. Product of 3 terms. നേരത്തെ 2 ടേംസിന്റെ പ്രോഡക്റ്റ് വന്നപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തു. 3 ടേംസ് ആണെങ്കിലും ആദ്യത്തെ 2 ടേം കൺസിഡർ ചെയ്തുകൊണ്ട് സെയിം പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യുന്നു. ഇവിടെ എന്താണ് 2x 4x 6x അങ്ങനെയാണ് ആംഗിൾ ഇരിക്കുന്നത് അല്ലേ. ഞാൻ ആദ്യം ലാർജർ ആംഗിൾ എഴുതുന്നു. അപ്പോൾ ആദ്യം ഈ ടേം ഓർഡർ മാറ്റി എഴുതിയാൽ മൾട്ടിപ്ലിക്കേഷനിൽ നോ പ്രോബ്ലം. സോ എഴുതാം cos 6x into cos 4x into cos 2x dx. അപ്പോൾ ഇവനെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ളത്. അതിനു വേണ്ടി ആദ്യത്തെ ടേം അതുപോലെ എഴുതുന്നു. എന്താണ് cos 6x അതുപോലെ. Now ഇവിടെ എന്താണ് c c. എന്താണ് cos a into cos b. നിങ്ങൾക്കറിയാം ഫോർമുല 2cc ആണെങ്കിൽ c plus c. അതാണ് കിടക്കുന്നു 2 cos a cos b equal to cos a plus b plus cos a minus b. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും cos a into cos b. അപ്പൊ ഈ രണ്ട് റൈറ്റ് സൈഡിൽ പോകണം. അപ്പൊ എന്ത് കിട്ടും 1/2 ബ്രാക്കറ്റ് കൊടുത്തിട്ട് അല്ലേ 2 റൈറ്റ് സൈഡിൽ വന്നപ്പോൾ 1/2. നെക്സ്റ്റ് c plus c. c plus c cos a plus b ആംഗിൾസ് ആഡ് ചെയ്യുക. 4x ഉം 2x ഉം ആഡ് ചെയ്താൽ 6x പ്ലസ് വീണ്ടും cos സെക്കൻഡ് ആംഗിൾ a മൈനസ് ബി ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക. 4x ൽ നിന്ന് 2x കുറച്ചാൽ 2x ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ഓപ്പറേറ്റർ dx എഴുതുക. പിടികിട്ടിയായിരുന്നോ. ഈ cos 6x അതുപോലെ എഴുതി. ഇവിടെ cos a into cos b. cos a into cos b equal to 1/2 cos a plus b plus cos a minus b എന്ന ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. Now ഈ 1/2 ഇൻ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കുക. ഇന്റഗ്രൽ വീണ്ടും ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. cos 6x ഉം cos 6x മൾട്ടിപ്ലൈ ചെയ്താൽ cos സ്ക്വയർ 6x പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ എന്ത് കിട്ടും cos 6x into cos 2x dx. പിടികിട്ടിയായിരുന്നു. ഈ cos 6x അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്തു. equal to 1/2 ഇന്റഗ്രൽ വീണ്ടും ട്രിഗണോമെട്രി ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. cos സ്ക്വയർ x വന്നാൽ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും അറിയണം. ഫോർമുല cos സ്ക്വയർ x equal to ഒരു ട്രിഗണോമെട്രി ഫോർമുല ഉണ്ട് 1 plus cos 2x/2 എന്ന് എഴുതാം. cos സ്ക്വയർ x ന് ഫോർമുല ഇതാണ്. അങ്ങനെയാണെങ്കിൽ cos സ്ക്വയർ 6x നെ എങ്ങനെ എഴുതാം പറഞ്ഞോ. 1 plus cos സ്ക്വയർ x ആണെങ്കിൽ 2x വരും. അപ്പൊ cos സ്ക്വയർ 6x ആകുമ്പോൾ വരും 2 into 6x that is 12x.
കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ബൈ എന്താണ് 2. അപ്പൊ കോസ് സ്ക്വയർ ഇത് x എന്ന് അസ്യൂം ചെയ്തിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്തു. 1 പ്ലസ് കോസ് 2 ഇൻറ്റു 6x ദാറ്റ് ഈസ് 12x. ബൈ എന്താണ് 2 പ്ലസ് തീർന്നില്ല. വീണ്ടും ആരിയിരിക്കുന്നു കോസ് എ ഇൻറ്റു കോസ് ബി. കോസ് എ കോസ് ബി, കോസ് എ കോസ് ബി വന്നാൽ ഫോർമുല 1/2 വീണ്ടും സി പ്ലസ് സി. കോസ് ആദ്യം എ പ്ലസ് ബി ആംഗിൾസ് ആഡ് ചെയ്താൽ 8x പ്ലസ് കോസ് അടുത്തെന്താണ് എ മൈനസ് ബി. 6x നിന്ന് 2x കുറച്ചാൽ 4x ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എന്താണ് dx. ഈ ടേമിലും 1/2 ഉണ്ട്, ഇവിടെയും 1/2 കോമൺ ആയിട്ട് ഇതിൽ നിന്ന് 1/2 ഔട്ട്സൈഡ് എടുക്കുന്നു. പുറത്തൊരു 1/2 ഉണ്ട്. ആ 1/2 ഈ ഔട്ട്സൈഡ് എടുത്ത 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 കിട്ടും. ദെൻ ഇന്റഗ്രൽ ഈ 1/2 പുറത്തു പോയി, ബാക്കി എന്തുണ്ട് 1 പ്ലസ് കോസ് 12x പ്ലസ് ഈ 1/2 ഞാൻ ഔട്ട്സൈഡ് എടുത്തു, ബാക്കി എന്തുണ്ട് കോസ് 8x പ്ലസ് പിന്നെ എന്താണ് കോസ് 4x ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ dx. Integral of this term very simple is equal to 1/4. 1 ന്റെ ഇന്റഗ്രൽ that means integral 1 dx. Integral 1 dx എന്താണ് x പ്ലസ് ഇന്റഗ്രൽ cos 12x. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് x എന്ന് അസ്യൂം ചെയ്യുമ്പോൾ sin 12x ബൈ എന്ത് വരും 12 പ്ലസ് ഇന്റഗ്രൽ cos 8x എന്താണ് ഇനി നിങ്ങൾ പറയും sin 8x ബൈ എന്താണ് 8 പ്ലസ് ഇന്റഗ്രൽ cos 4x എന്താണ് sin 4x ബൈ എന്താണ് 4 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c which is the answer 3 marks higher secondary question. Question: find integral sin square x by 1 plus cos x dx. ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഒന്ന് എഴുതി പഠിച്ചാൽ ഈസി ആയിട്ട് എക്സാമിനേഷന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നോക്കിക്കോളൂ. ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ്. അതിന് നമുക്ക് ഒരു ഫോർമുല അറിയാം. എന്താണ്? ഒത്തിരി ഫോർമുല അറിയാം. അതിൽ ഒരു ഫോർമുല സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ സൈൻ സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ താഴെ എന്തുണ്ട് 1 പ്ലസ് കോസ് എക്സ് ദെൻ dx ഈക്വൽ ടു ഇന്റഗ്രൽ ന്യൂമറേറ്റർ എന്താണ് 1 മീൻസ് 1 സ്ക്വയർ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതിനെ എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട് 1 പ്ലസ് കോസ് എക്സ് ദെൻ dx. ഇവിടെ കിട്ടിയായിരുന്നു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഈ ടേമിനെ ഫാക്ടറൈസ് ചെയ്ത് ഞാൻ അവിടെ എഴുതി. ഡിനോമിനേറ്റർ അതുപോലെ. ഇപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഗതിയുണ്ട്, അവനെ ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് dx. ഈ ടേം മാത്രമല്ലേ ഉള്ളൂ, കഴിഞ്ഞു. 1 മൈനസ് കോസ് എക്സ് dx. ഈ സംഗതിയെ സിംപ്ലിഫൈ ചെയ്ത് ഇത്രയും സിമ്പിൾ ആക്കി മാറ്റി. ഇത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ടൈപ്പ് 1. What is integral 1 dx? That is x minus what is integral cos x? എന്താണ് ഫോർമുല sin x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ട്രിഗണോമെട്രിക് ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഇന്റഗ്രൽ sin ക്യൂബ് x പ്ലസ് cos ക്യൂബ് x ബൈ sin സ്ക്വയർ x ഇൻറ്റു cos സ്ക്വയർ x dx. കാഴ്ചയിൽ അതിഭീകരനാണെങ്കിലും ആള് ഒരു പാവത്താനാണ്. പെട്ടെന്ന് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും ഒരു പ്രത്യേക രീതിയിൽ പോയാൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എ പ്ലസ് ബി ബൈ സി എന്ന ഫോമിൽ ആണെങ്കിൽ എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന ഫോമിൽ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈക്വൽ ടു ഇന്റഗ്രൽ അല്ലെ എ പ്ലസ് ബി ബൈ സി എന്ന ഫോം അല്ലേ. എ ബൈ സി ഫസ്റ്റ് ടൈം എന്തായിരുന്നു? സൈൻ ക്യൂബ് എക്സ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതണം. ഇൻറ്റു ആണ്, രണ്ടും എഴുതണം. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സെക്കൻഡ് ടൈം ന്യൂമറേറ്റർ എന്താണ്? കോസ് ക്യൂബ് എക്സ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ യൂസിംഗ് ദാറ്റ് പ്രോപ്പർട്ടി എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് dx. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ സ്ക്വയർ. അപ്പൊ സൈൻ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്തുണ്ട്? മേളിൽ ഒരു സൈൻ എക്സ് മാത്രം ബൈ ഡിനോമിനേറ്ററിലുള്ളത് അതുപോലെ പ്ലസ് വീണ്ടും കോസ് ക്യൂബ് ബൈ കോസ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ കോസ് സ്ക്വയറും പോയാൽ പിന്നെ കോസ് എക്സ് മാത്രം ന്യൂമറേറ്ററിൽ ബൈ സൈൻ സ്ക്വയർ എക്സ് dx.
which is equal to integral. വീണ്ടും trigonometry formula sin x by cos square. sin x by cos x എന്താണ്? tan x. പിന്നെ 1 by cos x ഉണ്ട്. 1 by cos x നെ എങ്ങനെ എഴുതാം? sec x plus same procedure cos x by sin x എന്താണ്? cot x. cos x by ഒരു sin x എടുത്തു. വീണ്ടും താഴെ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ ഒരു 1 by sin x. 1 by sin x എന്താണ്? cosec x എന്ന് എഴുതാം. then dx. ഞാൻ എന്താ ചെയ്തേ? ട്രിഗണോമെട്രി ഫോർമുല യൂസ് ചെയ്ത് ഈ ക്വോഷ്യന്റ് ഫോമിനെ എലിമിനേറ്റ് ചെയ്ത് ഈ എന്താണ് ഈ ടേം ആക്കി മാറ്റി. ഈക്വൽ ടു ഡയറക്റ്റ് ഫോർമുല. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ sec x tan x dx. വാട്ട് ഈസ് ഇന്റഗ്രൽ sec x tan x? നിങ്ങൾക്കറിയാം sec x ഫോർമുലയാണ് ഫോർമുല. നെക്സ്റ്റ് ഇന്റഗ്രൽ cosec x cot x. ഇന്റഗ്രൽ cosec x cot x minus cosec x plus integration constant c, which is the answer. പറഞ്ഞ പിടിയിട്ടായിരുന്നു. ഇന്റഗ്രൽ sec x tan x എന്താണ് ഫോർമുല? sec x. നെക്സ്റ്റ് ഇന്റഗ്രൽ cosec x cot x എന്താണ് ഫോർമുല? മൈനസ് cosec x plus integration constant c, which is the answer. Next question, find integral cos 2x plus 2 sin square x whole divided by cos square x dx. വീണ്ടും കാണുമ്പോൾ എന്താണ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ട്രിഗണോമെട്രി ഫോർമുലാസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ സിമ്പിൾ ആയി മാറും. ഈക്വൽ ടു ഇന്റഗ്രൽ cos 2x ഏത് ഫോർമുല കൊടുക്കും? 4 ഫോർമുല നമുക്കറിയാം cos 2x ന്. എന്തൊക്കെയാണ്? 1 minus 2 sin square x, 2 cos square x minus 1, 1 minus tan square x by 1 plus tan square x, cos square x minus sin square x. അങ്ങനെ 4 ഫോർമുല അറിയാം. അതിൽ ഏത് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്? ഇവിടെ 2 sin square x ഉണ്ട്. അപ്പോൾ cos 2x ന് sin square x നുള്ള ഫോർമുല ഇതായിരിക്കുന്നു. cos 2x equal to എന്താണ്? 1 minus 2 sin square x എന്നൊരു ഫോർമുലയുണ്ട്. അത് അപ്ലൈ ചെയ്യണം. സോ cos 2x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1 minus 2 sin square x പ്ലസ് ഈ ലാസ്റ്റ് ടേം അതുപോലെ 2 sin square x whole divided by ഡിനോമിനേറ്ററിൽ ഒന്നും കൊടുക്കണ്ട. ഒത്തിരി ഫോർമുല അറിയാമായിരിക്കും. ആവശ്യമില്ലാത്ത ഫോർമുല കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. ആ cos square x അതുപോലെ ഈക്വൽ ടു സംഗതി കഴിഞ്ഞു. ഇതെന്താണ്? മൈനസ് 2 sin square x, ഇത് പ്ലസ് 2 sin square x. രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 1 by cos square. നിങ്ങൾക്കറിയാം 1 by cos x sec x. അപ്പൊ 1 by cos square എന്താണ്? sec square x dx. കഴിഞ്ഞില്ലേ? ഈ എന്താണ് വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയെ സിംപ്ലിഫൈ ചെയ്ത് വളരെ സിമ്പിൾ ആക്കി മാറ്റി. ഇന്റഗ്രൽ sec square x. എന്താണ് ഇന്റഗ്രൽ sec square x? ഡയറക്റ്റ് ഫോർമുല നിങ്ങൾക്കറിയാം tan x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. വളരെ സിമ്പിൾ ആണ്. ഈ രീതിയിൽ ഫോർമുല അപ്ലൈ ചെയ്ത് പോയാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ sin ക്യൂബ് x into cos square x dx. ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു വ്യത്യസ്തമായ രീതി പരിചയപ്പെടുത്തുന്നു. നോക്കിക്കോളൂ. ഈക്വൽ ടു വളരെ സിമ്പിൾ ആണ്. sin ക്യൂബ് x നെ sin സ്ക്വയർ x into sin x എന്ന് എഴുതിക്കൂടെ? എഴുതാം. സിമ്പിൾ. into ലാസ്റ്റ് cos സ്ക്വയർ അതുപോലെ. അപ്പോൾ ഞാൻ എന്ത് മാത്രം ചെയ്തു? sin ക്യൂബ് x നെ sin സ്ക്വയർ x into sin x എന്ന് എഴുതി. ഈക്വൽ ടു ഇന്റഗ്രൽ ഈ sin സ്ക്വയർ x നെ കോസിന്റെ ഭാഷയിലോട്ട് മാറ്റുന്നു. അതിനുവേണ്ടി ഫോർമുല അപ്ലൈ ചെയ്യുന്നു. sin സ്ക്വയർ x ഈക്വൽ ടു എന്താണ്? 1 മൈനസ് cos സ്ക്വയർ x എന്നൊരു ഫോർമുല നിങ്ങൾക്കറിയാം. കൊടുത്തു. അവസാനമുള്ള cos സ്ക്വയറും എഴുതി. ഇൻടു ഈ sin x അങ്ങോട്ട് മാറ്റി വെച്ചു. then dx. ഇപ്പോൾ എന്താണ്? cos സ്ക്വയർ x എന്ന് പറഞ്ഞാൽ cos x the whole square. അകത്തിരിക്കുന്ന ഫംഗ്ഷൻ cos x, അവന്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ട്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടൈപ്പ് 4 ആയി കഴിഞ്ഞു. സോ cos x ഈക്വൽ ടു u എന്ന് കൊടുക്കുക. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x dx ഈക്വൽ ടു എന്താണ്? du. നിങ്ങൾക്കറിയാം ടൈപ്പ് 4ൽ ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ sin x dx എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൈനസ് du എന്നാണ്. നേരെ ഇവിടേക്ക് വരിക. ഈക്വൽ ടു ഇന്റഗ്രൽ 1 മൈനസ് cos സ്ക്വയർ x. cos x u. അപ്പൊ cos സ്ക്വയർ എന്താണ്? u സ്ക്വയർ ഇൻടു വീണ്ടും cos സ്ക്വയറിന്റെ പ്ലേസിൽ u സ്ക്വയർ. sin x dx എന്താണ്? sin x dx മൈനസ് du. ശരിയല്ലേ? ഈക്വൽ ടു ഇന്റഗ്രൽ. അപ്പൊ ഇവിടെ മൈനസ് u സ്ക്വയർ ആണ്. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് u സ്ക്വയറും മൈനസ് u സ്ക്വയറും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് u റൈസ് ടു 4. മൈനസ് u സ്ക്വയറും 1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് u സ്ക്വയർ. ദെൻ എന്താണ്? du.
സിമ്പിൾ ഇന്റഗ്രേഷൻ ആയി കഴിഞ്ഞില്ലേ? ഇന്റഗ്രൽ x റൈസ് ടു 4 x റൈസ് ടു 5/5 നിങ്ങൾക്കറിയാം. അപ്പൊ u റൈസ് ടു 4 ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു u ആണ്. അപ്പൊ പവർ ഒന്ന് കൂട്ടണം. u റൈസ് ടു 5/5 മൈനസ് u സ്ക്വയറിന്റെ ഇന്റഗ്രൽ u ക്യൂബ് ബൈ 3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ഫൈനലി സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കണം. u എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ cos x. സോ cos റൈസ് ടു 5x/5 മൈനസ് cos cube x by 3 plus integration constant c, which is the answer. Next question. Find integral cos 2x by cos x plus sin x the whole square dx. ന്യൂമറേറ്ററിൽ എന്താണ്? cos 2x. ട്രിഗണോമെട്രി ഫോർമുല 4 ഫോർമുലയുണ്ട്. ഏത് അപ്ലൈ ചെയ്യണം? ഡിനോമിനേറ്ററിൽ cos x plus sin x, അതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല നിങ്ങൾക്കറിയാം. cos 2x equal to cos square x minus sin square x. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ നടക്കും. സോ cos 2x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? cos square x minus sin square x by ഡിനോമിനേറ്റർ ഉള്ളത് അതുപോലെ cos x plus sin x the whole square. പിന്നെ എന്താണ്? dx equal to ഇന്റഗ്രൽ ന്യൂമറേറ്ററിൽ എങ്ങനെ ഇരിക്കുന്നു? a square minus b square a plus b into a minus b എന്ന് എഴുതിക്കൂടെ? അപ്പോൾ a plus b എന്ന് പറഞ്ഞാൽ cos x plus sin x into a minus b cos x minus sin x divided by ഡിനോമിനേറ്ററിൽ എന്താണ്? cos x plus sin x the whole square then dx equal to എന്ത് സിംപ്ലിഫിക്കേഷൻ നടക്കും? ഇത് cos x plus sin x the whole square. ഇവിടെ cos x plus sin x, ഒരു cos x plus sin x ഉം താഴത്തെ ഒരു cos x plus sin x ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ന്യൂമറേറ്ററിലുള്ളത് അതുപോലെ cos x minus sin x, ഇത് അതുപോലെ ബൈ ഡിനോമിനേറ്ററിൽ ഇനി എന്താ ഉള്ളത്? cos x plus sin x dx. ഇവനെ ഇന്റഗ്രേഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും? സൂക്ഷിച്ചു നോക്കുക. ടൈപ്പ് 3 കാണണം, ഐഡന്റിഫൈ ചെയ്യണം. ടൈപ്പ് 3 എന്താണ്? താഴെ ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ടൈപ്പ് 3 ൽ പഠിച്ചു ഇന്റഗ്രൽ f' x by f of x dx ആണെങ്കിൽ ലോഗ് മോഡുലസ് ഓഫ് f of x ആണ് ഇന്റഗ്രൽ. അങ്ങനെയല്ലേ? ഇവിടെ നോക്കിക്കോ, sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നു. സോ ഒറ്റയടിക്ക് ഇന്റഗ്രൽ എഴുതാം. എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് cos x plus sin x. നേരത്തെ പഠിപ്പിച്ച ടൈപ്പ് 3ഉം ടൈപ്പ് 4ഉം ടൈപ്പ് 2ഉം ടൈപ്പ് 1ഉം എല്ലാം ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ sin ഇൻവേഴ്സ് cos x dx. sin ഇൻവേഴ്സ് cos x നെ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇന്റഗ്രേഷന്റെ ഫോർമുലാസ് ഒന്നും ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ചില പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇവരെ സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങൾക്കറിയാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ എന്താണ്? എക്സ് എന്ന് എഴുതാം. അപ്പോൾ സൈൻ ഇൻവേഴ്സിനകത്ത് ആര് വരണം? സൈൻ വന്നാൽ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ അല്ല, കോസ് ആണ്. കോസിനെ സൈനിലാക്കാൻ നമുക്ക് റിഡക്ഷൻ ഫോർമുല അറിയാം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 90 മൈനസ് എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവനെ ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് കോസ് എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് എക്സ് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. dx ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് യൂസിംഗ് ദിസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? π/2 മൈനസ് എക്സ് എന്ന് കിട്ടും. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/2 മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. ദെൻ ഓപ്പറേറ്റർ dx എഴുതി. ഇനി ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രൽ π/2 dx, ഇന്റഗ്രൽ k dx. എന്താണ് ആൻസർ? kx. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഇൻടു x എങ്കിൽ ഇന്റഗ്രൽ π/2 dx എന്തായിരിക്കും? π/2 x മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം. സോ x²/2 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. സോ ഇത്രയുമാണ് ടൈപ്പ് 5 ഇന്റഗ്രേഷൻ യൂസിംഗ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി ഓൾമോസ്റ്റ് 20 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു പ്രോബ്ലം
ഇതിൽ നിന്ന്, അതായത് ടൈപ്പ് 5 നിന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഒത്തിരി ബേസിക് ട്രിഗണോമെട്രി ഫോർമുലാസ് അറിഞ്ഞാൽ മാത്രമേ ഈ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ തീർച്ചയായും ട്രിഗണോമെട്രി ഫോർമുല പഠിക്കൂ, ഒപ്പം ഇന്റഗ്രേഷന്റെ ബേസിക് ഫോർമുല പഠിക്കൂ. തീർച്ചയായും ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ ടൈപ്പ് 6 നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.